അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സംഘാണെങ്കിൽ കിജുവിനെ തേടി എത്തുന്നത് മറ്റെവിടെയായിരിക്കും, ഒരു ബുദ്ധന്റെ ആശ്രമത്തിലായിരിക്കും. അവിടെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഉറങ്ങുന്ന ഇവനെ തട്ടി വിളിക്കുന്ന സംഘിനെ കാണുന്ന കിജുൻ ശരിക്കും ഞെട്ടുന്നുണ്ട്. ഇവനാണെങ്കിൽ പിന്നീട് ചായയൊക്കെ കൊടുക്കുന്നതും ഈ ചായ കുടിക്കുമ്പോൾ ഇതിന്റെ മണം ശരിക്കും നിങ്ങളുടെ ഹൃദയത്തെ നന്നായി സ്പർശിക്കും എന്നൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ സംഘിന് ചിരിയാണ് വരുന്നത്. അല്ല, നീ എന്താ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നല്ല സമാധാനമുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ ആവശ്യം അതാണെന്ന് കിജുൻ പറയുന്നതും നിനക്കെന്താ വട്ടുണ്ടോ എന്നൊക്കെ സംഘം അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ ജൂക്കിയോട് എൻ്റെ ഇഷ്ടം പറഞ്ഞു, പക്ഷേ അവൾക്ക് തന്നെ ഇഷ്ടമെന്നാണ് പറഞ്ഞത്, അതെനിക്ക് വളരെ സങ്കടമായി, എൻ്റെ ജീവിതമൊക്കെ നശിച്ചു എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന സംഘിന് ശരിക്കും സന്തോഷമൊക്കെ വരുന്നുണ്ട്. അതുകൊള്ളാം, എന്നോട് ഇഷ്ടമാണെന്ന് അവൾ നിന്നോട് വന്നിട്ടാണോ പറഞ്ഞതെന്ന് ഇവൻ ചോദിക്കുന്നതും ശരി നമുക്കിപ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ ഇവൻ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല നല്ല പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സംഘാണെങ്കിലും ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, എനിക്കൊരു ചെറിയ അസുഖമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോൾ അസുഖം ചേട്ടനൊരു കുഴപ്പമില്ലെന്ന് മാത്രമല്ല നല്ല ഹെൽത്തിയാണ്, മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് മനസ്സിലാവത്ത പോലും ഇല്ല എന്നൊക്കെ പറയുന്നതും എന്നാൽ ശരി ഞാൻ അവസാനമായിട്ട് വിളിക്കുകയാണ്, ഇനി ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറയുമ്പോൾ ഇവൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ സംഘാണെങ്കിൽ എന്നാൽ ശരി നീ ഇവിടെ അടിപൊളിയായിട്ട് ജീവിക്കുക, ഒരുപാട് പച്ചക്കറിയൊക്കെ അങ്ങ് വെട്ടി വിഴുങ്ങി തിന്നെന്ന് പറഞ്ഞു പോകുന്ന ടൈമിൽ കിജുവിനാണെങ്കിൽ ചേട്ടാ എനിക്ക് കുറച്ച് മീറ്റ് വാങ്ങി തരുമോ, നല്ല വിശപ്പുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ സംഘാണെങ്കിൽ കൂടെ വാടാ എന്ന് അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ കിജുൻ എത്തിയോ എന്ന് ചോദിച്ച് ഇവള് ഏജൻസിയിലേക്ക് വരുന്നതും എവിടെന്നാ കണ്ടു കിട്ടിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു അമ്പലത്തിലുണ്ടായിരുന്നു, അവരിപ്പം തന്നെ ഇവിടെ എത്തുമെന്ന് മിന്നി പറയുന്ന ടൈമിലാണ് രണ്ടുപേരും അങ്ങോട്ട് വരുന്നതും. ഇവളാണെങ്കിൽ കിജുവിനെ എന്ന് വിളിക്കുന്ന ടൈമിൽ കിജുൻ എല്ലാം മറന്ന് സന്തോഷത്തിൽ ജൂക്കിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. എവിടെയായിരുന്നു, എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയൂ എന്ന് ഇവൾ പറയുന്ന ടൈമിൽ ടെൻഷൻ അടിച്ചു, അപ്പം എന്നെ പറ്റിയിട്ട് വറി ചെയ്തു അല്ലേ, എന്തായാലും കണ്ടപ്പോൾ സമാധാനമായി എന്ന് പറയുന്നതും ഇതെല്ലാം കാണുന്ന സംഘാണെങ്കിൽ ഹലോ ഞാനിവിടെ ഉണ്ട്, ജസ്റ്റ് ഒരു ഹലോ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇവളാണെങ്കിലും പിന്നെ വറീഡാവാതെ എന്താ പറ്റിയെന്ന് വിചാരിക്കില്ലേ, അന്നത്തെ തണ്ണിമത്തൻ്റെ കേസ് അത് ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് ഇഷ്ടമായി, താൻ പറഞ്ഞതുപോലെ തന്നെ ഡ്രിങ്ക്സ് ഉണ്ടാക്കി ഞാൻ കുടിച്ചു എന്ന് പറയുന്നതും തണ്ണിമത്തനോ അതെന്താ കേസ് എന്ന് ഇവൻ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിജുവിനാണെങ്കിൽ അല്ല ഇയാൾക്ക് ബിസി ആണെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ പിന്നെ ഇവിടുന്ന് പൊക്കോളി എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് നേരം ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ, അറ്റ്ലീസ്റ്റ് എനിക്കൊരു ചായ എങ്കിലും ഇട്ട് തന്നോടെ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ടൈമിൽ കിജുവിനാണെങ്കിൽ അല്ല കാങ്ങിൻ്റെ ഡോക്ടറായിട്ടൊരു ഡേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതിന് പോകേണ്ടതെന്ന് ചോദിക്കുന്നതും ഇത് കേൾക്കുമ്പോൾ ജൂക്കി ഒന്ന് ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല എന്ന് ഇവൻ ജൂക്കി നോക്കി പറയുമ്പോൾ കിജുവിനാണെങ്കിൽ ഈ വർഷം തന്നെ മാരേജ് ഉണ്ടാകുന്ന തോന്നുന്നത്, എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയുന്നതും ജൂക്കി ആണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ സംഘ് കിജുവിനെ നോക്കി നിനക്ക് തരാടാ എന്ന് പറഞ്ഞ് പിന്നാലെ പോകുന്നതും ഞാൻ അങ്ങനെ വിട്ടു തരത്തില്ല എന്ന് കിജുവിൻ അവിടെ പറയുന്നുണ്ട്. സംഘാണെങ്കിലും അവൻ പറഞ്ഞതൊന്നും വിശ്വസിക്കേണ്ട, അവൻ ജസ്റ്റ് ജോക്ക് അടിക്കേണ്ടതെന്നൊക്കെ പറയുന്നതും അപ്പോൾ ശരി അങ്ങനെ വിചാരിക്കാം, അപ്പോൾ ലീഹയായിട്ടായിരിക്കും അടുത്ത ഡേറ്റിംഗ് അല്ലേ എന്ന് ചോദിക്കുന്ന ഇവളോട് ലീഹയായിട്ടോ, താൻ എന്താ എല്ലാം ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്, തനിക്ക് എൻ്റെ ഫീലിങ്സ് ഒന്നും മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിക്കുന്ന സംഘിനോട് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു 3 വർഷം മുന്നേയും പിന്നെ ഇപ്പോഴും, എന്നാൽ അപ്പോഴൊക്കെ താൻ എന്നെ പറ്റിക്കല്ലേ ചെയ്തത്, തനിക്ക് വേണ്ടി എത്ര നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു നിന്നു, എന്നിട്ടും എന്തു പറ്റിയെന്ന് ഇതുവരെ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ സംഘാണെങ്കിൽ അതങ്ങനെ സംഭവിച്ചു പോയി ആക്ച്വലി എന്ന് പറഞ്ഞിട്ട് എന്തോന്ന് പറയാൻ വരുന്നുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഓഹോ അപ്പോൾ ഇപ്പോഴും എന്താ കാരണം എന്ന് എന്നോട് പറയാൻ പറ്റത്തില്ലല്ലേ എന്ന് പറഞ്ഞ് ഇവള് ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുമ്പോൾ ഇവനൊന്നും പറയാൻ കഴിയാതെ ഇവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിലെ യാങ് ആണെങ്കിൽ സംഘിന്റെ അടുത്തേക്ക് വരുന്നതും വീടിന്റെ പാസ്വേഡ് മാറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ മാറ്റാതെ ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കുമെന്നാണ് സംഘ തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ യാങ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഹിന്റ് തരേണ്ടേ, എമർജൻസി കേസ് വന്നാലോ എന്ന് ചോദിക്കുമ്പോൾ ജൂക്കി ബോം എന്നാണ് ഇവൻ പറയുന്നത്, ജൂക്കിയുടെ പേര്. അപ്പോൾ ജൂക്കിയുടെ പേര് പറഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക എന്ന് ചോദിക്കുന്ന യാങ്ങിനോട് ഇതെങ്കിലും അറിയാതെ പോട്ടെ എന്നാണ് സംഘ അവിടെ പറയുന്നത്. യാങ് ആണെങ്കിലോ ചെയർവുമൺ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ നീ ഒരു ചതിയനാണെന്ന് ആൾ മനസ്സിലാക്കി കഴിഞ്ഞ് നിന്നെ പിരിച്ചുവിടാനാണ് പറഞ്ഞതെന്ന് പറയുന്ന സംഘിനോട് ഇവനാണെങ്കിൽ ഉടനെ തന്നെ ഇവൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ എടുക്കുന്നതും ഇത് കാണുന്ന സംഘാണെങ്കിൽ അതിങ്ങോട്ട് പുറത്തെടുക്കേണ്ട, ഇത് പൊട്ട ശീലാണ്, എന്തായാലും നീ ഒരു ചതിയനാണെന്ന് ലേബൽ കുത്തിക്കഴിഞ്ഞു, അപ്പോൾ പിന്നെ നീ എൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ഈ അടുത്ത റെസിഗ്നേഷൻ ലെറ്റർ അതുപോലെ തന്നെ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നുണ്ട് യാങ്. ഇവനാണെങ്കിലോ നിങ്ങൾ ഡോക്ടറെ കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ സംഘാണെങ്കിൽ എന്താ ആളും ചെയർവുമണിൻ്റെ സൈഡിലാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ പറഞ്ഞുവല്ലേ എന്നാണ് യാങ് അവിടെ ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ ഈ അടുത്ത ഡൗട്ട് അടിച്ചത് എല്ലാവരും അവരുടെ പക്ഷത്താണല്ലേ, ഇതിന് മാത്രം എന്ത് പ്രശ്നം ഉണ്ടായത്, എന്ന് മുതൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് ഇവൻ അവിടെ ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിലെ കിം ഒരാളെ ഹയർ ചെയ്തിരുന്നുവല്ലോ സംഘിനെ പറ്റി അന്വേഷിക്കാൻ. ആളെ കിമ്മിന്റെ അടുത്തേക്ക് എത്തുന്നതും ഇവൻ ജനിച്ചത് വളരെ നല്ല ഭാഗ്യത്തോടു കൂടിയാണ്, പക്ഷേ അധികകാലം ആ ഭാഗ്യം നീണ്ടു നിന്നില്ല. ഒരു ആക്സിഡന്റിൽ ഇവന്റെ അച്ഛനും അമ്മയും മരിച്ചു. പിന്നീടാണ് ഈ ആക്സിഡന്റ് 3 വർഷം മുന്നേ നടക്കുന്നതും അതിനുശേഷം ഇവന് ഓർമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഓർമ്മയ്ക്ക് എന്ത് പ്രശ്നം
പ്രശ്നമെന്ന് ചോദിക്കുന്ന കിമ്മിനോട് ഇവന് പിന്നെ എന്ത് നടന്നാലും അതൊന്നും തന്നെ മെമ്മറിയിൽ ഉണ്ടാവില്ല, ഇവന്റെ ബ്രെയിൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി ഏറിക്കഴിഞ്ഞാൽ കുറച്ചു കാലം അത്രമാത്രമേ ഇയാൾ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് അവിടെ പറയുന്നതും ഇതേ ടൈമിൽ തന്നെ സങ് 3 വർഷം മുന്നേ ഒരു സ്റ്റെയറിന്റെ അവിടെ വെച്ച് ഒരു കിസ് ചെയ്തില്ലേ. ജോക്കി ഹോട്ടലിലേക്ക് പോകുന്ന ടൈമിൽ ഇവൻ ആ സ്റ്റെയറിന്റെ ഒരു പിക്ക് എടുത്തിരുന്നു. ആ പിക്ക് നോക്കി നിൽക്കുന്ന ഇവനെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ സങ് ഡോക്ടറെ മീറ്റ് ചെയ്യുന്നതും ഡോക്ടർ ആണെങ്കിൽ അന്നത്തെ പോലത്തെ ലക്ഷണങ്ങൾ പിന്നെ ഉണ്ടായോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവനില്ല എന്ന് പറയുന്നതും പിന്നീട് വേറെ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വന്നു എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഏതോ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഏതോ ഒരു ബുക്കിലുള്ളതാന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു നായകനെ പറ്റി കേട്ടിട്ടുണ്ടോ? അയാൾ എന്തോ ഒന്ന് കഴിക്കുന്ന ടൈമിൽ ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ അയാൾക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇത് ശരിക്കും വലിയ വലിയ സയന്റിസ്റ്റുകൾ വരെ അംഗീകരിച്ച കാര്യമാണെന്ന് പറയുമ്പോൾ ഇതെന്തിനാ ഇവിടെ പറയുന്നതെന്ന് ചോദിക്കുന്ന ഡോക്ടറോട്, അല്ല എന്റെ കേസായിട്ട് ഇതിന് നല്ല സാമ്യമുണ്ട്. ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കത്തില്ല, അവ ബ്രെയിനിന്റെ ഉള്ളിൽ എവിടെ ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. കറക്റ്റ് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് പ്രത്യക്ഷമാകും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്ന സങ്ങിനോട്, അപ്പോൾ ഇതൊക്കെ തന്റെ ലക്ഷണങ്ങളാണെന്നാണോ താൻ പറയുന്നത് എന്ന് ഡോക്ടർ അവിടെ ചോദിക്കുന്നുണ്ട്. സങ് ആണെങ്കിലോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്തായാലും എനിക്ക് ഓരോ പ്രാവശ്യം ഓരോ ഓർമ്മ വരുന്ന ടൈമിൽ ഓരോ മെമ്മറി പോകുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് 3 വർഷം മുന്നേ നടന്ന ആ ആക്സിഡന്റ് അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ഉടനെ തന്നെ അറിയാമെന്നാ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ ഒന്ന് ഞെട്ടുന്നുണ്ട്. പിന്നീട് സങ് ആണെങ്കിലോ ഹീലിംഗ് വില്ലേജ് കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്തേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് വരണമെന്നുണ്ടെന്ന് ഡോക്ടർ പറയുന്നതും പിന്നെന്താ നിങ്ങൾക്ക് എന്തായാലും വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോകുന്ന ടൈമിൽ ആലോചിക്കുന്നത് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മെമ്മറി വായിച്ചെടുക്കുന്ന കാര്യമാണ്. അതൊരാൾക്കും റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ അതത്ര സേഫ് അല്ല എന്നും ഇവൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് കുറെ കാലം ഡോക്ടർ ഇവനെ ഹിപ്നോട്ടിസം ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും ഒരു വ്യത്യസ്തമായ മുഖം അവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ CEO ജങ് ആണെങ്കിൽ അങ്ങനെ അവസാനം നമുക്കൊരു വെബ് ഡ്രാമയിൽ ചാൻസ് കിട്ടിയെന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ അങ്ങ് ഹാപ്പി ആകുന്നുണ്ട്. കിജുനാണെങ്കിൽ എന്തായാലും ഈ ആഴ്ച അത് ട്രീറ്റ് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നതും അത് വേണ്ട എന്ന് ജങ് ആദ്യം പറയുന്നുണ്ടെങ്കിലും മിന്നാണെങ്കിൽ ജൂക്കി ഈയിടെയായിട്ട് കുറച്ച് സ്ട്രെസ് ഒക്കെ ചെയ്തല്ലോ, അതുകൊണ്ട് ഒരു നല്ല സ്ഥലത്ത് പോയിട്ട് ക്യാമ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് കിജുൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് പറയുമ്പോൾ ഇവളും അത് അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ എവിടെയാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ കിജുൻ ആണെങ്കിൽ എനിക്കൊരു അടിപൊളി സ്ഥലം അറിയാമെന്നാണ് പറയുന്നത്. ആ ടൈമിലാണ് കറക്റ്റ് ലീഹ ഇവിടെ വിളിക്കുന്നതും ഇവനാണെങ്കിൽ ഇവൾ എന്തിനാ എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ലീഹയാണെങ്കിലും അസിസ്റ്റന്റിനോട് അവൻ ഫോൺ എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ കട്ട് ചെയ്തു എന്ന് പറയുന്നത് കേട്ട് ആഹാ ഇന്നത്തോടെ ഇത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും ഇവള് വിളിക്കുന്നുണ്ട്. ഇവനാണെങ്കിലോ ഈ ഫോൺ ഒന്ന് എടുത്തേന്ന് പറഞ്ഞ് മിന്നിന് കൊടുക്കുന്നതും ഞാൻ എന്തിനാ ഈ ഫോൺ എടുക്കുന്നതെന്ന് മിന്ന അവിടെ ചോദിക്കുന്നുണ്ട്. ഒന്ന് എടുക്കടോ എന്ന് കിജുൻ പറയുന്നതും ഇവനാണെങ്കിൽ ഫോൺ എടുത്തിട്ട് ഒരു ബോധമില്ലാതെ കിജുവിന് ഫോൺ കൊടുക്കുന്നുണ്ട്. എന്തുവാണ് ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞ് എന്താ വേണ്ട എന്ന് ഇവൻ ലീഹയോട് ചോദിക്കുമ്പോൾ അത് കൊള്ളാം, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, നീ എന്താ തിരിച്ചു വിളിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനു നിന്നെ തിരിച്ചു വിളിക്കണം എന്നാണ് കിജുൻ അവിടെ ചോദിക്കുന്നത്. ഇവളാണെങ്കിൽ എനിക്കൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഇവനങ്ങ് കോള് കട്ട് ചെയ്യുകയാണ്. ഇതുകൂടിയാകുമ്പോൾ ഇവൾക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അസിസ്റ്റന്റ് പയ്യനാണെങ്കിൽ എന്താ അയാൾ വീണ്ടും കോള് കട്ട് ചെയ്തു എന്ന് ചോദിക്കുന്നതും അവൻ എവിടെ പോയാലാ കാണാൻ പറ്റുക, അതൊന്ന് അന്വേഷിക്കുമെന്ന് പറയുന്നതും ഈ അസിസ്റ്റന്റ് ആണെങ്കിൽ അല്ല നിങ്ങൾക്ക് കിജുവിന് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പെട്ടെന്ന് ഇവൾ അറിയാതെ പറയുന്നതും അത് മനസ്സിലാക്കുന്ന ലീഹയാണെങ്കിൽ ഇഷ്ടോ എന്റെ ഇഷ്ടം എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ അസിസ്റ്റന്റ് ആണെങ്കിൽ അല്ല ഇങ്ങനെയൊക്കെ പെരുമാറിയ ആർക്കും അങ്ങനെ ഇഷ്ടാവത്തില്ലെന്ന് അവിടെ പറയുന്നുണ്ട്. എനിക്ക് ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവൾ അവിടെ ദേഷ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഇവരെല്ലാവരും കൂടി ക്യാമ്പിങ്ങിന് വരുന്നതും ഒരു അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് വരുന്നത്. അപ്പോൾ ജൂക്കി ആണെങ്കിൽ ഈ പ്ലേസ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുമ്പോൾ സിഇഒയും ഇന്നോ ആണെങ്കിൽ അല്ല ഇവിടെ ക്യാമ്പിംഗ് ഒക്കെ പറ്റുമല്ലേ, അല്ല ആരെയും കാണാനില്ല, ഇത് തുറന്നു കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് ഞാൻ മുന്നേ വന്നിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് കിജുൻ ഇവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇതേ ടൈമിൽ ഹീലിംഗ് വില്ലേജ് പ്രൊജക്റ്റുമായി നിൽക്കുന്ന സങ്ങിനെയും അയാൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിവരിച്ചു കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അതായത് ഹീലിംഗ് വില്ലേജ് ഉള്ള സ്ഥലത്തേക്കാണ് കിജുൻ ഇവരെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവനാണെങ്കിൽ ഹീലിംഗ് വില്ലേജിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് മരങ്ങളും ചെടികളൊക്കെ ഉള്ളത് കൊണ്ട് ആളുകൾക്ക് നല്ല വായു ശ്വസിക്കാം എന്നൊക്കെ പറയുന്ന ടൈമിലാണ് അല്ല ഇതെന്തൊരു വൃത്തികെട്ട മണമെന്ന് സംഘ ചോദിക്കുന്നത്. അപ്പോൾ കൂടെയുള്ള ഒരാളാണെങ്കിൽ എന്തോ മീറ്റ് വറക്കുന്ന സ്മെല്ല എന്ന് പറയുന്നതും അതെങ്ങനെ ശരിയാകുമെന്ന് പറഞ്ഞ് അവിടുത്തെ തോട്ടക്കാരനോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞങ്ങളല്ലാതെ വേറെ ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇയാളാണെങ്കിലും ഇല്ല, ചിലപ്പോൾ കുറച്ച് മരങ്ങൾ വെട്ടിയിട്ടിട്ടുണ്ട്, അത് കരിഞ്ഞതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതും സംഘാണെങ്കിൽ ഒരു ബ്രേക്ക് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ജൂക്കിയും ടീമും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതും ആ ടൈമിലാണ് ഇവൾക്ക് സംഘിന്റെ കോള് വരുന്നത്. താനിത് എവിടെയാ, നാളെ നമുക്കൊരു മൂവിക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ, എന്നിട്ടും അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പിക്കാനല്ലേ എന്ന് ഇവളവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സംഘാണെങ്കിൽ അങ്ങനെയൊന്നും ഇനി സംഭവിക്കത്തില്ല, ഏത് മൂവിയാണ് തനിക്ക് ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നതും എന്തായാലും ഞാൻ ഇപ്പോൾ സിറ്റിയിലില്ല, സിറ്റിയുടെ പുറത്ത് അവിടെ നിന്നും ഒരുപാട് ദൂരെയാണെന്ന് പറയുന്ന ടൈമിലാണ് കിജുൻ ജൂക്കിയെ വിളിക്കുന്നതും കിജുവിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അല്ല താനിപ്പോൾ ആരുടെ കൂടെയാ, ഒരാണിന്റെ കൂടെയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും പെണ്ണല്ല എന്ന് പറഞ്ഞ് ഇവളങ്ങ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഘാണെങ്കിൽ ഒരാണിന്റെ കൂടെ സിറ്റിയുടെ പുറത്ത് ഇവൾ എന്ത് ചെയ്യുമെന്ന് ഇവൻ ഇങ്ങനെ പറയുന്നതും ഇവൾക്ക് നല്ല ധൈര്യമാണല്ലോ എന്നൊക്കെ
എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ കിജുനാണെങ്കിൽ ജൂക്കിക്ക് കിട്ടിയിരിക്കുന്നത് മെയിൻ റോളൊന്നുമല്ല, ഒരു വയസ്സായ സ്ത്രീയുടെ സൈഡ് റോളാണെന്നൊക്കെ അറിയുമ്പോൾ ആകെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ച്. അപ്പം മിന്നാണെങ്കിലും ഈ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് യാചിച്ചിട്ടാണ് ഈ ഒരു റോള് കിട്ടിയത്, ആൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറയുന്നതും ഇതേ ടൈമിൽ CEO ആണെങ്കിൽ നന്നായിട്ട് ഫിറ്റ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ കിജുനാണെങ്കിലും ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോളിവുഡിലൊക്കെ നോക്കാമെന്ന് പറയുന്നതും ജൂക്കി ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. മിന്നാണെങ്കിൽ നമ്മുടെ ജങ്ങിൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ, ജൂക്കിയെ ഒരു ഫേമസ് ആക്കണം, അതുപോലെ ആളിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് എല്ലാവരെയും അറിയിക്കണം എന്നൊക്കെയാണെന്ന് പറയുമ്പോൾ ജൂക്കിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതേ ടൈമിൽ സംഘം ടീമാണെങ്കിൽ ഇവർ നേരത്തെ ക്യാമ്പ് ചെയ്ത് ആ സ്ഥലത്ത് എത്തുന്നതും എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ച് ഇവൻ ദേഷ്യപ്പെടുന്ന ടൈമിൽ കൂടെയുള്ള ആളാണെങ്കിൽ എന്തൊരു ക്യാമ്പിംഗ് ആണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. സംഘ് ആണെങ്കിലോ സ്റ്റാർ എന്റർടൈൻമെന്റ് എന്നുള്ള ഇവരുടെ ബാനർ അവിടെ കാണുന്നതും ഇവരുടെ സ്ക്രിപ്റ്റും കാണുന്നുണ്ട്. ആരെ ഇവരെ ഉള്ളിലേക്ക് കയറ്റിയെന്ന തോട്ടക്കാരനോട് ചോദിക്കുന്ന ടൈമിൽ അത് പിന്നെ ഡയറക്ടർ കിജുൻ പറഞ്ഞതുകൊണ്ടാ എന്നൊക്കെ ഇയാൾ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അവരെവിടെയെന്ന് സംഘ് അവിടെ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ജൂക്കി ആണെങ്കിലും എന്റെ സ്ക്രിപ്റ്റ് കാണാനില്ല എന്ന് പറഞ്ഞ് അവിടെ നോക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന സംഘിനെ കാണുന്നതും ഇയാൾ എന്താ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെ എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളതെന്ന് സംഘ് അവിടെ പറയുന്നുണ്ട്. സംഘിനെ കാണുന്ന കിജുൻ ആണെങ്കിൽ ഇയാൾ ആരപ്പം ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ നിനക്ക് ഒട്ടും കോമൺ സെൻസ് ഇല്ല, ഇതെന്റെ വർക്കിംഗ് പ്ലേസ് അല്ലേ എന്നാണ് സംഘ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ ജൂക്കി ആണെങ്കിലും വലിയ കാര്യമായിട്ട് വർക്കിംഗ് പ്ലേസോ, ഇത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ള കോമൺ പ്ലേസ് ആണെന്ന് പറയുന്നതും ആഹാ കൊള്ളാം, ഇതാരാ പറഞ്ഞത്, ഈ മന്ദബുദ്ധി ആയിരിക്കുമല്ലോ എന്ന് സംഘ് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ കിജുൻ ആണെങ്കിൽ ദേഷ്യത്തിൽ അത് പെട്ടെന്ന് ഒരു ആവശ്യം വന്നപ്പോൾ അങ്ങ് ഉപയോഗിച്ചതാണ്, അല്ലെങ്കിൽ തന്നെ ഞങ്ങളൊരു പ്രൊജക്ടിനെ പറ്റി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ സംഘ് ആണെങ്കിൽ ആ സ്ക്രിപ്റ്റ് കാണിച്ചുകൊണ്ട് ഇതാണോ പ്രൊജക്ട്, എന്തായാലും ഇത് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ പ്രൊജക്റ്റ് എന്ന് ഇവള് പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിലും ഈ ആളുകളുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണോ നീ മൂവിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആ മൂവിക്ക് വരുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇവരുടെ കൂടെ ഇരിക്കാനാണെന്ന് ഇവള് പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ഫിറ്റായ CEO അവിടെ വീഴുന്ന ടൈമിൽ അയ്യോ ആള് വീടു, ഒന്ന് രക്ഷിക്കും, നിങ്ങളൊരു ഡോക്ടറില്ലെന്നൊക്കെ പറയുന്നതും ആഹാ ഇപ്പം മാത്രമല്ലേ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തുള്ളൂ എന്ന് സംഘ് അവിടെ ചോദിക്കുന്നുണ്ട്. ആൾക്കൊന്നും പറ്റിയിട്ടില്ല, ആ ഫുഡിൻ്റെ അലർജി പറ്റിയതാ എന്ന് പറയുന്നതും ആൾക്ക് ബോധം വരുന്ന ടൈമിൽ അയ്യോ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് ഇവർ പറയുന്നുണ്ട്. സംഘ് ആണെങ്കിലും പിന്നെ ആ വീണ് കിടക്കുന്ന ആൾ ഒഴിച്ച് ബാക്കി എല്ലാവരും എണീറ്റ് എൻ്റെ പിന്നാലെ വന്നേന്ന് പറയുമ്പോൾ എന്തിനെന്നുള്ള രീതിയിൽ കിജുൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ 3 പേരെ എണ്ണുമ്പോഴേക്കും എൻ്റെ പിന്നാലെ വന്നില്ലെങ്കിലെന്ന് പറയുമ്പോഴേക്കും അനുസരണയുള്ള കുട്ടികളായിട്ട് ഇവർ പിന്നാലെ പോകുന്നുണ്ട്. അതായത് സംഘ് ഇവരെ കൊണ്ടൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. ആ ടൈമിൽ എന്തോ വന്ന് കിജുനോട് ചെവിയിൽ പറയുന്നതും ഇവനാണെങ്കിൽ ഞെട്ടിയിട്ട് ഇപ്പം വരാട്ടോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ജൂക്കി ആണെങ്കിലും എന്നെ തനിച്ചാക്കി പോകല്ലേ എന്നൊക്കെ പറയുന്നതും ഇത് കാണുന്ന സംഘിന് ചിരിയാണ് വരുന്നത്. അയ്യോ ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്തിനാണാവോ കിജുനെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഒന്നുമില്ല എന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. ഇവനാണെങ്കിലും മര്യാദയ്ക്ക് വേഗം വൃത്തിയാക്കിക്കോ എന്ന് പറയുന്നതും അങ്ങനെ ചൂടാവൊന്നും വേണ്ട, ഇതൊരു പബ്ലിക് പ്ലേസ് ആണെന്ന് വിചാരിച്ച് അറിയാതെ വന്നതായെന്ന് പറയുന്നതും എൻ്റെ സ്ക്രിപ്റ്റ് ഇങ്ങോട്ട് തന്നേന്ന് പറയുമ്പോൾ അതൊക്കെ തരാം, ആദ്യം ക്ലീൻ ചെയ്യുമെന്ന് പറയുന്നതും ഇവളങ്ങ് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഘ് ആണെങ്കിൽ അത് കൊള്ളാം, എൻ്റെ വർക്ക് പ്ലേസിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് എന്നെ ചീത്ത പറയുന്നു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വർക്കിനെ ബാധിക്കില്ലേ, പോട്ടെ ഈ മരങ്ങളും ചെടികളൊക്കെ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ജൂക്കി ആണെങ്കിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയതാന്ന് പറഞ്ഞില്ലേ, അല്ല ഈ സ്ഥലം ശരിക്കും എന്തിനുള്ളതാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം സംഘ് ആണെങ്കിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഇവളെ കൂട്ടിക്കൊണ്ടു പോകുന്നതും കുറെ ഇങ്ങനെ നടക്കുമ്പോൾ ജൂക്കി ആണെങ്കിൽ ഈ പ്ലേസ് എന്തിനുള്ളതാന്നല്ലേ ചോദിച്ചത്, ഇത് കുറെ ആയാലും നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് കൊള്ളാം, തനിക്ക് നടക്കുന്നത് ഇഷ്ടം എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇങ്ങനെ എത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവനാണെങ്കിൽ ഇത് ഫൗണ്ടെയിൻ ഓഫ് മെമ്മറീസ് ആണെന്ന് പറയുമ്പോൾ കൊള്ളാലോ എന്ന് ജൂക്കി പറയുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇവിടെ താനൊരു കോയിൻ ഇടുകയാണെങ്കിൽ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയത്തേക്ക് അത് തന്നെ കൊണ്ടുപോകും, അതായത് മറന്നുപോയ നമ്മുടെ ഓർമ്മകളെ തിരിച്ചെത്തിക്കും എന്നൊക്കെ ഇവൻ പറയുന്നതും ഇവളാണെങ്കിൽ ആലോചിക്കുന്നത് ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ടൈമാണ് കേട്ടോ. അതായത് എനിക്ക് നിന്റെ ഹൃദയം തരുമെന്ന് ചോദിച്ചതും ഇവൻ പ്രപ്പോസ് ചെയ്തതും ആ ഒരു ടൈമൊക്കെ ആയിരിക്കും. ഇവനാണെങ്കിൽ അല്ല തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെമ്മറി അല്ലെങ്കിൽ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം അത് ഏതായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ അങ്ങനെ ഒരു ഓർമ്മയുണ്ട്, പക്ഷേ അത് ഓർക്കാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല, മാത്രമല്ല അത് ശരിക്കും ഹാപ്പി ആയിട്ടുള്ളതാണോ എന്ന് ഇവളിങ്ങനെ ചോദിക്കുന്നതും ഇവനൊന്നും മനസ്സിലാകുന്നില്ല. ഇവളാണെങ്കിൽ എൻ്റെ സ്ക്രിപ്റ്റ് തായോ എന്ന് പറഞ്ഞ് അതും വാങ്ങിച്ച് അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതേ ടൈമിൽ സംഘിന് ഒരു കോള് വരുന്നുണ്ട്, അതായത് ഹീലിംഗ് പ്രൊജക്ടിന് വേണ്ടിയിട്ട് കുറെ ഡൊണേഷനൊക്കെ ഇവൻ തപ്പുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു ഫോറിനറെ കിട്ടിയിട്ടുണ്ട്, അയാളാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ സോളിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് ഇവനോട് പറയുന്നുണ്ട്. ഇതേ ടൈമിൽ കിജുനെ വിളിച്ചു കൊണ്ടുപോകുന്നത് ഇതിന്റെ എൻട്രൻസിലേക്കായിരിക്കും. അവിടെ ലീഹയെ കണ്ട് ഫറോ ഇവളെന്താ ഇവിടെ എന്ന് പറഞ്ഞ് ഇവനൊക്കെ അന്തം വിട്ട് നിൽക്കുന്നതും ഇവളാണെങ്കിൽ എന്നെ അകത്തേക്ക് കയറ്റെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിന്നാണെങ്കിൽ സെക്യൂരിറ്റീസിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവളെ അകത്തൊന്നും കയറ്റേണ്ട, ആര് പറഞ്ഞിട്ടാ കയറ്റുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മിന്നാണെങ്കിൽ അല്ല അവർ നമ്മുടെ ഗസ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ ഗസ്റ്റോ നിനക്ക് എന്താ ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കിജുൻ മിന്നിനെ അടിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒന്നും തള്ളുമൊക്കെ ആവുന്നുണ്ട്. ഇതേ ടൈമിൽ ജൂക്കി ആണെങ്കിൽ ഒരു നല്ല പ്ലേസിൽ പോയി നിന്നിട്ട് ഈ സ്ക്രിപ്റ്റ് വായിക്കുന്നുണ്ട്. ഈ സ്ക്രിപ്റ്റിന്റെ പേജ് മറിക്കുന്ന ടൈമിൽ അതിൽ സംഘ് എഴുതിയിട്ടുണ്ടായിരിക്കും സ്പർശനം നിരോധിച്ചിരിക്കുന്നു എന്ന്, അതുപോലെ കിസ്സിങ് അപ്പാടെ നിരോധിച്ചിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അടുത്ത പേജിൽ
ദേഷ്യപ്പെടരുതെന്ന് എഴുതിയത് വായിക്കുന്ന ഇവൾക്ക് ചിരി വരുന്നുണ്ട്. ഇതേ ടൈമിൽ സംഗ് ആണെങ്കിൽ എന്തോന്ന് എഴുതാൻ വേണ്ടി പോക്കറ്റ് ഡയറി എടുക്കുന്നതും അതിൽ ആ ചൈനയിൽ നിന്ന് എടുത്ത പിക്ക് ഉണ്ടാവുമല്ലോ അത് നിലത്ത് വീഴുന്ന ടൈമിൽ ഇവൻ അത് എടുത്ത് നോക്കുന്നതും പെട്ടെന്ന് ഇവനൊരു തലവേദന വരുന്നുണ്ട്. ആ ടൈമിൽ ഇവന് 3 വർഷം മുന്നേ മറന്നുപോയ അതായത് ജൂക്കിയുടെ എല്ലാ ഓർമ്മകളും തിരിച്ചു കിട്ടുകയാണ്. ഇവളെ കണ്ടപ്പോൾ മുതലുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഇവൾ ഇൻവോൾവഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നതും ഇവനാകെ ഷോക്കാകുന്നുണ്ട്. ആ തലവേദന മാറുന്ന ടൈമിൽ ഇവൻ അവിടെ നിന്നും ഓടുന്നതും സംഗിന്റെ ഫേസിലാണെങ്കിൽ ഹാപ്പി ആയിരിക്കും. ഇവനാണെങ്കിൽ ജൂക്കിയുടെ അടുത്ത് എത്തുന്നതും ഇവനെ കാണുന്ന ജൂക്കിയാണെങ്കിൽ എന്തുപറ്റി സ്ക്രിപ്റ്റിൽ ഇങ്ങനെ എഴുതി വെച്ചതിന് സോറി പറയാൻ വന്നതാണല്ലേ, ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ എനിക്ക് നിന്റെ ലവർ ആവാൻ പറ്റൂ എന്ന് അവിടെ ചോദിക്കുന്നത് കേട്ട് ജൂക്കി ശരിക്കും ഞെട്ടുന്നുണ്ട്. 3 വർഷം മുന്നേയാണല്ലേ നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതെന്ന് ഇവൻ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ അതിന് ഇയാൾക്കൊന്നും ഓർമ്മയില്ല എന്നല്ലേ പറഞ്ഞെന്ന് അവിടെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവനാണെങ്കിലോ അന്ന് ഇതും നടന്നിട്ടുണ്ടാവൂലേ എന്ന് പറഞ്ഞ് ഇവളുടെ നേരെ വന്ന് ഇവളെ കിസ് ചെയ്യുന്നതും അതിനുശേഷം നമ്മൾ ഓൾറെഡി ഡേറ്റ് ചെയ്ത് കഴിഞ്ഞവരാണല്ലേ എന്ന് ഇവൻ അവിടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഇവൻ ഡീപ്പായിട്ട് ഇവളെ കിസ് ചെയ്യുന്നതിലൂടെ അതായത് ജൂക്കിയെ പറ്റിയിട്ടുള്ള എല്ലാ ഓർമ്മകളും സംഗിന് തിരിച്ചു കിട്ടുന്നതിലൂടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.